തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സംഭവം KPCC ഉപസമിതിയുടെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് തുടരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് തുടക്കമായി. മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി ആളൂർ പാലക്കുടി പ്രദേശവാസികൾ. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പരാജയം സംബന്ധിച്ച് അന്വേഷിക്കുന്ന KPCC ഉപസമിതിയുടെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടന്നു. ഉപസമിതി അധ്യക്ഷൻ KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. DCC ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മൊഴിയാണ് സമിതി ഇന്നെടുത്തത്. കഴിഞ്ഞ 18-ന് ഉപസമിതി അംഗങ്ങൾ നടത്തിയ തെളിവെടുപ്പിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തോൽവിയിൽ CPIM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തൃശൂരിലെ തോൽവിക്ക് ഉത്തരവാദി CPIM ആണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂരം കലക്കി BJPക്ക് തൃശൂരിൽ അവസരമുണ്ടാക്കി നൽകിയെന്ന് K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരിക്കുന്ന പാർട്ടി വിചാരിക്കാതെ തൃശൂർ പൂരം അട്ടിമറിക്കാൻ സാധിക്കില്ല. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അന്തർധാരകളുടെ ഭാഗമാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞത് താമര വിരിയുമെന്നാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ പൂരം കലക്കാൻ സാധിക്കില്ല. സർക്കാർ പൂരം കലക്കാൻ കൂട്ടുനിന്നുവെന്നും മന്ത്രി മൂകസാക്ഷിയായെന്നും മുരളീധരൻ പറഞ്ഞു. കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 7:30യോടെയാണ് സംഭവം. കൂരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന മൂടുവെട്ടി വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മീൻപിടുത്തത്തിനായി കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഉടമ സുരേഷ്, വിപിൻ, രാജേഷ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേരും സാഹസികമായി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. മറിഞ്ഞ വള്ളവും കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഞ്ചിനും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കരയിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെ കാര കടപ്പുറത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. ശക്തമായ കാറ്റിനെയും മഴയെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായ അഭ്യർത്ഥന ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബോട്ട് സ്രാങ് ദേവസി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മതിലകത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട മീൻ ലോറി മതിലിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. മീൻ ഇറക്കിയ ശേഷം തിരുവനന്തപുരം വർക്കലയിലേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ മതിലകം ശാഖയുടെ മതിലിലാണ് ഇടിച്ചു തകർത്തത്. കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തല്ലിത്തകർത്തു. ശാഖ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു. തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് ചാലക്കുടി പൊതുമരാമത്ത് IBയിൽ നിന്നും തുടക്കമായി. DMCയുടെ നേതൃത്വത്തിൽ മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര.
തുമ്പൂർമൊഴി, അതിരപ്പിള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, പെരിങ്ങൽകുത്ത്, ഷോളയാർ ഡാമുകളിലേക്കാണ് വാഹനയാത്ര. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ലഘുഭക്ഷണം എന്നിവയും വിനോദയാത്രികർക്ക് നൽകും. DMCയുടെ കാൽനട യാത്രയ്ക്ക് കുടയും സമ്മാനിക്കും. രാവിലെ 8-ന് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് രാത്രി 7 മണിയോടെ തിരിച്ചെത്തുന്ന പാക്കേജിന് ഒരാൾക്ക് 1500 രൂപയാണ് ഈടാക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA മഴയാത്ര ഉദ്ഘാടനം ചെയ്തു. DMC മാനേജർ CP നിഷാദ്, DDPC കോർഡിനേറ്റർ രൂപേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ വർഷവും ഇതുപോലെയുള്ള മഴയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിത ആസ്വദിക്കാനും സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം, അതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഒക്കെ പലപ്പോഴും സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് മാലിന്യ ദുരിതം പേറി ആളൂർ, പാലക്കുഴി പരിസരവാസികൾ. ഇറിഗേഷൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ദുർഗന്ധത്താൽ പൊറുതിമുട്ടിയും രോഗഭീതിയിലും പ്രദേശവാസികൾ. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലാണ് ജനവാസ പ്രദേശങ്ങളിലൂടെ ആളൂരിലെത്തുന്നത്. കനാൽ വെള്ളത്തോടൊപ്പം വൻതോതിലുള്ള മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. വളർത്തുമൃഗങ്ങളുടെ ജഡമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കനാലിലൂടെ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് പാലക്കുഴി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപത്താണ്. അണ്ടർ ടണലിന്റെ മുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വലയിലാണ് മാലിന്യങ്ങൾ തങ്ങുന്നത്. ഇങ്ങനെ കനാലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഇരുവശത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. മാലിന്യം ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസം നേരിടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കനാലിൽ വന്നടിയുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അധികൃതരെത്തി ഇത് നീക്കം ചെയ്യാറുണ്ടെങ്കിലും വീണ്ടും കനാൽ വെള്ളം വരുമ്പോൾ 10 മടങ്ങ് മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടും. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. രക്ഷാപ്രവർത്തനത്തിനിടെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ ആൾക്കുവേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് അഗ്നിരക്ഷാസേന സീനിയർ ഓഫീസർ രഞ്ജിത്ത് രവീന്ദ്രൻ അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി തടയണയ്ക്ക് സമീപം ചുഴിയിൽപ്പെട്ട മുങ്ങി താഴുകയായിരുന്നു. ഉടനെ സഹപ്രവർത്തകർ കയറിട്ട് നൽകി രക്ഷപ്പെടുത്തി. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് മറ്റൊരു ഓഫീസർക്കും പരിക്ക് പറ്റി. സീനിയർ ഓഫീസർ രമേഷ് ബാബു, നിഷാദ് വരവൂർ, ഉണ്ണികൃഷ്ണൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം പുഴയിൽ ചാടിയ ആളെ കണ്ടെത്താനായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഷൊർണൂർ മുണ്ടായ സ്വദേശി കുക്കിരിപ്പറമ്പിൽ രാഗേഷാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വലിച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് രാഗേഷാണ് കഞ്ചാവ് നൽകിയെന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് പ്രതിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിയെ കണ്ടെത്തി. പോലീസിനെ കണ്ട് സുഹൃത്തിന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പിടികൂടുകയായിരുന്നു. പ്രതിയുടെ കയ്യിൽ ഏകദേശം 1 കിലോ തൂക്കം വരുന്ന കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും ഇതിൽ പകുതിയോളം കഞ്ചാവ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വലിച്ചെറിഞ്ഞതായും പോലീസ് പറഞ്ഞു. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച ബൈക്ക് യാത്രികനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. SI വിനു, CPO ഗിരീഷ്, SPO അനൂപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാന ഇറങ്ങിയ പ്രദേശങ്ങൾ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ, കർഷക സംഘം മണ്ണുത്തി ഏരിയ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, CPM താണിക്കുടം ലോക്കൽ സെക്രട്ടറി സാജൻ പോൾ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മാടക്കത്തറ പഞ്ചായത്തിലെ വ്യാപകമായ കാട്ടാന ശല്യത്തിനെതിരെ ഫോറസ്റ്റ് ഓഫീസിനു മുൻപിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷോണി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി ഭാസ്കരൻ, KS ചന്ദ്രാനന്ദൻ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു.
പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമ്മർ കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. മാളവടമയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവസ്ഥലം കാണാനെത്തിയ ബൈക്ക് യാത്രക്കാരന് കാറിടിച്ച് പരിക്കേറ്റു. വടമ സ്വദേശി പഴുപ്പറമ്പിൽ ആന്റണിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ആന്റണിയെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച ഡെൽവിൻ ബാബുവിന്റെ ബന്ധുവാണ് ആന്റണി. ഇടിച്ച കാർ നിർത്താതെ പോയി. വാർഡ് വിഭജനം വഴി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിനെതിരെ നിയമപരമായും ജനകീയമായും നേരിടുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. കേരള കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജോസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി NJ ലിയോ, കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം CA സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിവോക് ഫിഷ് പ്രോസസിംഗ് ടെക്നോളജിയിൽ 1ാം റാങ്ക് കൊടുങ്ങല്ലൂർ സ്വദേശിനിക്ക്. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി മഞ്ഞന വീട്ടിൽ ഇസ്മായിൽ മാലിക്കിന്റെ മകൾ സഫിയയാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. കർക്കിടകം പിറന്നാൾ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി. കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. ഇല്ലം കെട്ടി, കുറുന്തോട്ടി, പുത്തിരിച്ചുണ്ട, കാട്ടുമുല്ല, പെരുവിൻവേര്, ഇടിഞ്ഞിൽ തോല്, പെരുങ്കട, നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ. ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ, ഹരിദാസൻ കുറ്റിനിങ്ങാട്ട്, സ്മിത പരമേശ്വരൻ, ഗോപിനാഥൻ ചക്കാല, ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് പറിക്കുന്നത്. 100 കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത്. പിന്നീട് ഇവ 10 ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഔഷധക്കഞ്ഞിയുടെ ഔഷധങ്ങള് ഞങ്ങള് കാട്ടിൽ നിന്ന് സംഭരിച്ച് എല്ലാവരെയും കൂട്ടി സംഘടിപ്പിച്ച് ശുദ്ധമായ നല്ല മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. കാട്ടിലെ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ വാശി കമ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നല്ലതായിക്കോട്ടെ, ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ കാടിന്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിന്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിനു പുറമെ മഞ്ഞൾ, ഉലുവ, മല്ലി, ജീരകം, ചതക്കുപ്പ, കടുക്, അയമോദകം എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ. ഇവയുടെ പൊടി വാങ്ങുന്നതിന് പകരം ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടകം 1 മുതൽ 10 വരെയാണ് കഞ്ഞി വിതരണം. കഴിഞ്ഞ 9 വർഷമായി ഇവർ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തു വരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം പേർ ഔഷധ കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്താറുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കോലടിയിൽ 3ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിന് ഇത്തരം ബൂത്തുകൾ സ്ഥാപിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ പറഞ്ഞു. ബുഡോളിൻ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് ചന്ദ്രൻ മനക്കലാത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ സുനിത വിജയഭാരത്, അഭിരാമി, സുരേഷ്, KT ശ്രീജിത്ത്, ബുഡോളിൻ പ്രവർത്തകരായ അനിൽകുമാർ കോലടി, PS സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ജലനിധി പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് സി.വി. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പ്രമേയം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ അവതരിപ്പിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ, ജില്ലാ സെക്രട്ടറി സിറിൽ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശിയായ യുവാവ് ഓസ്ട്രേലിയയിൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. വെള്ളിക്കുളങ്ങര ചാന്തുകാൻ പറമ്പിൽ അബ്ദുൽ കരീമിന്റെ മകൻ 28 വയസ്സുള്ള ആദിൽ കരീമാണ് ഓസ്ട്രേലിയയിലെ ഡാർവിനിൽ മരിച്ചത്. മരണകാരണം അറിവായിട്ടില്ല. ബാലഗോകുലം തൃശൂർ മഹാനഗർ വാർഷിക ആഘോഷങ്ങൾ കഥാകാരി എൻ സ്മിത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ VN ഹരി അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ V ഹരികുമാർ, ജില്ലാ സെക്രട്ടറി ഗീതാ മുകുന്ദൻ, ജില്ലാ രക്ഷാധികാരി ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മധു, K സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി നാട്ടിക മത്സ്യഭവൻ പരിധിയിൽ നിർമ്മിച്ച തത്സമയ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടരുന്നു. രണ്ടാം ദിനമായ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ 1 ഗോൾ നേടി വയനാട് കാസർഗോഡിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോൾ നേടി പാലക്കാട് ഇടുക്കിയെ പരാജയപ്പെടുത്തി. ഫൈനൽ മത്സരം ജൂലൈ 6-ന് നടക്കും. പോക്സോ കേസിലെ പ്രതിയെ ഒഡീഷയിൽ നിന്നും ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഒഡീഷ സ്വദേശി മഹാദേവ് പാണിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ A ഗിരീഷ്, A ജയകൃഷ്ണൻ, ഹോംഗാർഡ് ജെനുമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. അതിജീവിത നൽകിയ ഒഡീഷയിലെ റായ്ഗാഡിലുള്ള പത്തൂൺ അങ്കിൾ എന്ന വിളിപ്പേര് മാത്രമാണ് പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ച ആകെയുള്ള വിവരം. വേഷം മാറി ഒഡീഷയിലെ ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപ ധനസഹായം കൈമാറി. മന്ത്രി K രാജൻ ധനസഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജില്ലാ സെക്രട്ടറി VT ജോർജ്, ട്രഷറർ PS അബ്ദുൽ സലാം, യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ എന്നിവർ സംസാരിച്ചു. അയ്യന്തോൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. 1988-89 SSLC ബാച്ചിലെ ഓൾഡീസ് ഗോൾഡിന്റെ നേതൃത്വത്തിലായിരുന്നു വൃക്ഷത്തൈ നടൽ സംഘടിപ്പിച്ചത്. ഡിവിഷണൽ കൌൺസിലർ N പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അഡ്മിൻ EP രാജൻ, CPI അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റി മെമ്പർ PV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വാർഷിക കൌൺസിൽ യോഗം തൃശൂരിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസന്ധ്യ മേച്ചേരി, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ സേവന സ്ഥാപനങ്ങളുടെ സംഘടനയായ IDPWOA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയ്ക്ക് നിവേദനം നൽകി.
ഓൺലൈൻ ഫോട്ടോസ്റ്റാറ്റ് മേഖലയിൽ ജൈവ മാലിന്യമോ മറ്റ് മാലിന്യങ്ങളോ ഇല്ലാത്തതിനാൽ തന്നെ നഗരസഭ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ഒഴിവാക്കണമെന്നാണ് IDPWOA-യുടെ ആവശ്യം. നിയമമനുസരിച്ച് അനുകൂലമായ നടപടി സ്വീകരിക്കാമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഗീത TK ഉറപ്പു നൽകി. ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വാത്തിയടത്ത്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു മണ്ടത്ര എന്നിവർ പങ്കെടുത്തു. പാവറട്ടി സെന്ററിലെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പാവറട്ടി യൂണിയൻ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം പാവറട്ടി യൂണിറ്റിൽ മരണപ്പെട്ട OG തോമസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായവും നൽകി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ, വ്യാപാരി മിത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു ആന്റണി, ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ പുതിയ പിക്കപ്പ് വാഹനത്തിന്റെ താക്കോൽ ദാനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ താക്കോൽ കൈമാറി. പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം പൊതു ഇടങ്ങളിൽ സംഭരിച്ചു വയ്ക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, സെക്രട്ടറി രഹന P ആനന്ദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, രമ്യ പ്രദീപ്, ജൂനിയർ സൂപ്രണ്ട് K ജയകുമാർ എന്നിവർ സംസാരിച്ചു. നമ്മൾ അർഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായിട്ടുണ്ട് എന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടുത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ഖരമാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ MCFI പ്രവർത്തിക്കുന്ന പീവമ്പല്ലൂരിലെ കേന്ദ്രത്തിലെത്തിക്കുകയും അത് തരംതിരിച്ച് കഴിയാവുന്നത്ര ക്ലീൻ കേരളയ്ക്കും അതേപോലെ തന്നെ വ്യത്യസ്ത കമ്പനികൾക്കും കൈമാറുന്ന ഒരു പ്രവർത്തനം വളരെ സജീവമായിട്ട് നടക്കുന്നു. തിരൂർ സെന്റ് തോമസ് ഇടവക ദർശന സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചേലക്കര ഗ്രാമം ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മുൻ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TP ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TA കേശവൻകുട്ടി, ഗീത ഉണ്ണികൃഷ്ണൻ, VK നിർമ്മല, മാധ്യമപ്രവർത്തകൻ M അരുൺകുമാർ, റിട്ടയേർഡ് SI ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരംഭിച്ചിട്ടുള്ള രാജീവ് പീസ് ഫൗണ്ടേഷൻ ചേലക്കരയിൽ കാലനൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന അതിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നാണ് ഞാൻ. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് മഞ്ഞളി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോബി പൊറത്തൂർ സഹകാർമ്മികനായിരുന്നു. വികാരി ഫാദർ ജോജു പനക്കൽ നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. പാറളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണീയം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാൻ മാത്യൂസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് P പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സംഭവം. KPCC ഉപസമിതിയുടെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് തുടരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. തുമ്പൂർ മൊഴി DMCയുടെ മഴയാത്രയ്ക്ക് തുടക്കമായി. മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി ആളൂർ, പാലക്കുടി പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.